ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ജാമ്യം തേടി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു സുപ്രീം കോടതിയിൽ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിച്ചുവെന്ന് എൻ വാസു ജാമ്യാപേക്ഷയിൽ പറയുന്നു. ഇനി തന്നെ കസ്റ്റഡിയിൽ വെക്കേണ്ട ആവശ്യമില്ലെന്നും എൻ വാസു പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ്. വെക്കേഷൻ ബെഞ്ചിനെയൊക്കെ ജാമ്യത്തിന് വേണ്ടി സമീപിക്കുകയും ചെയ്തിരുന്നു എൻ വാസു. എങ്കിൽ കൂടി ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അന്വേഷണം പൂർണ്ണമായും ഈ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി തന്നെ ഈ അന്വേഷണത്തെ സംബന്ധിച്ച് ചില സംശയങ്ങൾ കൂടി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ തന്നെ വെക്കേഷൻ ബെഞ്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇടയ്ക്കുള്ള പ്രവർത്തിക്കുന്ന ബെഞ്ചുകളൊന്നും ഇക്കാര്യം പരിഗണിക്കേണ്ടതില്ല എന്നൊരു നിലപാടെടുക്കുകയും സ്വാഭാവികമായും എൻ വാസു ഇക്കാര്യത്തിൽ ഒരു നിയമ നടപടികൾ തുടർ നടപടികൾക്ക് നിർബന്ധിതനാവുകയും ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ സുപ്രീം കോടതിയെ അദ്ദേഹം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എൻ വാസുവിൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് തുടർച്ചയായി ഇത്രയും കാലം കസ്റ്റഡിയിൽ കഴിയുകയും ആ കസ്റ്റഡിയിലുള്ള കാലം മുഴുവൻ അന്വേഷണത്തോട് സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തോട് സഹകരിച്ചൊരു സാഹചര്യത്തിലും കസ്റ്റഡിയിൽ തുടർന്ന സാഹചര്യത്തിലും ഇനി തുടർന്ന് ചോദ്യം ചെയ്യലുകളോ നടപടികളോ ആവശ്യമില്ല എന്ന ഒരു നിലപാടാണ് SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുകൂടി ചൂണ്ടിക്കാട്ടിയാണ് ഇനി തന്നെ കസ്റ്റഡിയിൽ വെക്കേണ്ടതില്ല എന്നൊരു ആവശ്യം വാസു മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എൻ വാസുവിൻ്റെ ജാമ്യാപേക്ഷ ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തുടർ നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ SITയുടെയും എല്ലാം തന്നെ നിലപാടുകൾ, SITയുടെ നിലപാട് പ്രത്യേകിച്ചും അറിഞ്ഞതിന് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് സുപ്രീം കോടതി നീങ്ങുക. ഐസൺ, മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, നമുക്കറിയാം ഈ ഒരു ഘട്ടത്തിൽ ഉന്നത CPM നേതാക്കളിലേക്ക് അന്വേഷണം പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ഇതിനോടകം തന്നെ 3 മുതിർന്ന CPM നേതാക്കൾ കൂടി ഒരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ സാഹചര്യം. അങ്ങനെയെങ്കിൽ ഇതിനു മുമ്പും ചില കാര്യങ്ങളൊക്കെ തന്നെയും പുറത്തു വന്നിരുന്നു. ഈ പറയുന്നത് പോലെ മുതിർന്ന CPM നേതാക്കൾക്കും അല്ലെങ്കിൽ ഇതര സംസ്ഥാനക്കാരായ തട്ടിപ്പുകാർക്കും ഇടയിൽ മധ്യസ്ഥത വഹിച്ചത് എൻ വാസു ഉൾപ്പെടെയുള്ള ആളുകളാണെന്ന് അത്തരം ചില കാര്യങ്ങൾ കൂടി ബാക്കി നിൽക്കുകയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എൻ വാസു ഇത്തരം ഒരു പരാമർശം ഉന്നയിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും എന്തായിരിക്കും ഇനിയുള്ള അന്വേഷണത്തിന്റെ ഗതി എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. തീർച്ചയായും എൻ വാസുവിൻ്റെ കസ്റ്റഡിയിൽ തുടരേണ്ടത് ഏത് സാഹചര്യത്തിലാണ് എന്നത് ഇനി വിശദീകരിക്കുക SIT തന്നെയാണ്. ഒരുപക്ഷേ SIT കസ്റ്റഡിയിൽ തുടരണം എന്നൊരാവശ്യം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അതിൽ നിന്നും നിയമപരമായി പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ, അതായത് സോണിയാഗാന്ധി ഉൾപ്പെടെ അല്ലെങ്കിൽ സോണിയയും UDF കൺവീനർ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്ന ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അവരുടെയൊക്കെ ഇടപെടൽ ഏത് രീതിയിലായിരുന്നു, അവർക്ക് ഏത് രീതിയിൽ എന്തെങ്കിലും സഹായം ചെയ്തു നൽകുകയോ പിന്തുണ വാഗ്ദാനം ചെയ്യുകയോ എൻ വാസുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ, അതുപോലെ തിരിച്ചും അത് എൻ വാസുവിന് എന്തെങ്കിലും പിന്തുണ നൽകാനുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന വിഷയങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട്. മാത്രമല്ല എൻ വാസു അടിയന്തരമായി കസ്റ്റഡിയിൽ നിന്നും മോചിക്കപ്പെടണം എന്നൊരു നിലപാട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആവശ്യപ്പെടുന്നതും സംശയകരമായി തന്നെ നിരീക്ഷിക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ എൻ വാസു അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട്. ഇനി കസ്റ്റഡിയിൽ തുടരേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോഴും ഇനിയും ഏത് രീതിയിലാണ് കേസിൻ്റെ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാവുക എന്നത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കാനിരിക്കുന്നു. SITയുടെ അന്വേഷണം നിരീക്ഷിക്കുന്ന ബെഞ്ച് തന്നെ കേസ് പരിഗണിക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ജാമ്യാപേക്ഷ എത്ര കണ്ട് പ്രായോഗികമായി സുപ്രീം കോടതി പരിഗണിക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. എന്ന് തന്നെയായാലും SITയുടെ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കൃത്യമായ നിലപാടറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം സുപ്രീം കോടതിയിൽ നിന്നുണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.